ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനയടി അപ്പൂൻ്റെ അടുത്താണ്. ആനയടി നരസിംഹസ്വാമിയുടെ മാനസപുത്രൻ. നമ്മൾ ഏറ്റുമാനൂർ ഉത്സവത്തിന് വന്നതാണ്. ഉത്സവത്തിന് വന്നപ്പോഴാണ് ആനയടി അപ്പൂനെ കാണുന്നത്. അപ്പോൾ രാവിലത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ആനേനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. വൈകിട്ടത്തെ പ്രോഗ്രാമിന് എഴുന്നള്ളിക്കാനായിട്ട് നമ്മുടെ അപ്പൂൻ്റെ പാപ്പാൻ ഇവിടെ ഉണ്ട്. നമുക്ക് പാപ്പാനോട് അപ്പൂൻ്റെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം. ചേട്ടാ, എന്താണ് പേര്? എൻ്റെ പേര് വിജയൻ. വിജയൻ എന്നാണ് ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞത്. എത്ര നാളായി അപ്പൂല് കയറിയിട്ട്? അപ്പൂല് കയറിയിട്ട് 1.5 വർഷം. 1.5 വർഷമായി. എങ്ങനെയുണ്ട് അപ്പൂൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ? വളരെ ശാന്ത സ്വഭാവമുള്ള ആനയാണ്. മറ്റ് വികൃതികളൊന്നും ഇല്ലാത്ത ഒരു ആനയാണ്. ആനയടി ദേവസ്വത്തിൻ്റെ കരക്കാരുടെ നാട്ടുകാരുടെ ഒരു മാനസപുത്രനാണ് അപ്പു എന്ന് പറയുന്ന ആന. അതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ പ്രശ്നങ്ങളും ആൾക്കാരോടോ അല്ലെ ആനക്കാരോടോ അല്ലെ നാട്ടുകാരോടോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വളരെ സൗമ്യനായ ഒരു ആനയാണ് അപ്പു. ഇനിയിപ്പോൾ അടുത്ത പ്രോഗ്രാമൊക്കെ എവിടെയാണ്? ഇനി അപ്പൂൻ്റെ ഇപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞാൽ കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലത്തേക്കാണ് പോണത്. ഇവിടെ പ്രോഗ്രാം തീർന്നവരെ ഉണ്ടോ? ആറാട്ട് വരെ ഉണ്ട്. ഇവിടെ ആറാട്ട് വരെ ഉണ്ട്. ആറാട്ട് വരെ ഉണ്ടെന്നാണ് പറയണത്. വിശേഷങ്ങൾ ആനയടി പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് നരസിംഹമൂർത്തി ക്ഷേത്രം. അതായത് കഴിഞ്ഞ 2026 ജനുവരി 20-ാം തീയതിയായിരുന്നു അവിടുത്തെ ഉത്സവ ആഘോഷങ്ങളല്ല. അവിടെ 10-60 ആനകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഗജമേള നടക്കുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രമാണ് നരസിംഹമൂർത്തി ക്ഷേത്രം. അവിടുത്തെ ഈ കൊല്ലത്തെ 26-ലെ ഉത്സവാഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. അവിടുത്തെ ഏറ്റവും, അതായത് നാട്ടുകാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആനയാണ് അപ്പു എന്ന് പറയുന്ന ആന. അവിടെ 5 വാർഡുകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 15 കമ്മിറ്റിക്കാരുടെ വകയായിട്ടുള്ള ഒരു ആനയാണത്. അവരാണ് അതിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നത്. അവരതിനെ ഭംഗിയായിട്ടും വളരെ വൃത്തിയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ ഭംഗിയായ രീതിയിൽ നിറവേറ്റിക്കൊണ്ടുപോകുന്നതിൽ അവർ വളരെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു കമ്മിറ്റിയും കൂടിയാണ്. അപ്പോൾ താങ്ക്സ് ചേട്ടാ. അപ്പോൾ നമ്മൾ അപ്പൂൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് അപ്പൂനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.